ഹായ് കൂട്ടുകാരെ, ഇന്ന് മുട്ട അട വെച്ചിട്ട് 21ാമത്തെ ദിവസമാണ്. അതിനകത്ത് കുറേ മുട്ട വിരിഞ്ഞ് കുറച്ച് മുട്ട കേടായിപ്പോയി. 10 ദിവസമായിട്ട് സാധാരണ ഒരു 19 ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് മുട്ട തോട് കൂട്ടി വരുന്നതാണ്. 20 ദിവസവും കഴിഞ്ഞ് മുട്ട നോക്കിയിട്ടൊന്നും വിരിഞ്ഞു വരുന്നില്ല. അങ്ങനെ പിന്നെ എല്ലാം പൊട്ടിച്ച് കൊണ്ടിട്ട് മുട്ടത്തോടിന് ഭയങ്കര കട്ടിയുള്ളതിൻ്റെ പേര് അത് കുറേ പൊട്ടിച്ച് വിട്ട് അങ്ങനെ ഒരു 10-20 കുഞ്ഞുങ്ങളെ കിട്ടി. ബാക്കി ഒരു പൊട്ടിച്ച് വിട്ട് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാകുന്നത് അതൊരു 3-4 കുഞ്ഞുങ്ങൾ അതിനകത്ത് ചത്തുപോയായിരുന്നു. പിന്നെ ബാക്കിയുള്ള മുട്ട പൊട്ടിച്ച് നോക്കി. ആ മുട്ട പൊട്ടിച്ച് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതുപോലെ മൊത്തം അത് കേടായ മുട്ടയായിരുന്നു. അങ്ങനെ അത് വിരിഞ്ഞില്ല. അത് പോയി. അങ്ങനെ ബാക്കി 10-50 മുട്ട വെച്ചതിനകത്ത് 20 കോഴിക്കുഞ്ഞുങ്ങളെ കിട്ടി. കുഴപ്പമില്ല നിൽക്കുന്നത് കരിങ്കോഴിയുടെ കുഞ്ഞുങ്ങളാണ് കിട്ടിയത്. അത് പൊട്ടിച്ച് നോക്കി, കത്രികയ്ക്ക് അതിൻ്റെ മുട്ടയുടെ മുകൾഭാഗം പൊട്ടിച്ചിട്ട് ഇളക്കി നോക്കിയപ്പോഴാണ് മനസ്സിലായത് അതുപോലെ അതിനകത്ത് ചത്തിരിക്കുമായിരുന്നു. കുറേ 2-3 ഉണ്ടായിരുന്നു. ബാക്കിയെല്ലാം ചീമുട്ടയാണ്. ആ ചത്തേനെ എടുത്ത് കളഞ്ഞായിരുന്നത്. എൻ്റെ കൂട്ടത്തിൽ 4 ഉണ്ടായിരുന്നു ചത്തത്. അതിനകത്ത് ശ്വാസം കിട്ടാതെ ചത്തു പോകുന്നതായിരിക്കും. അതിനെക്കുറിച്ച് കറക്റ്റ് അറിയത്തില്ല. കണ്ടോ, ആ മുട്ടയൊക്കെ ചീമുട്ടയായത് കണ്ടോ. ആ മുട്ടയെല്ലാം ചീമുട്ടയായത്. മുട്ട 10-30 മുട്ടയോളം പോയി. അതിനകത്ത് 10-20 എണ്ണം കിട്ടി നമുക്ക്. അതിനകത്തൊരു 2-3 എണ്ണം നമ്മുടെ അശ്രദ്ധ കൊണ്ട് വിരിയാൻ പറ്റാതെ പോയത്. കാരണം വെച്ചാൽ നല്ലോണം പൊട്ടിച്ച് വിട്ട് ഒരു 3/4 പങ്കും പൊട്ടിച്ച് വിട്ടെങ്കിലേ ആ കുഞ്ഞുങ്ങളെ കിട്ടത്തുള്ളായിരുന്നു. അങ്ങനെ മുട്ടിച്ച് വിട്ട മുട്ടയൊക്കെയാണ് ഇതിനകത്തിരിക്കുന്നത്. ഇപ്പോൾ പകുതിയും ഇട്ടേക്കുന്നത്. കുറച്ചും കൂടി പൊട്ടിച്ച് കഴിയുമ്പോൾ ചോരമയമൊക്കെ വരും. അങ്ങനെ കാണാൻ നമുക്കൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ്. എന്നാലും പൊട്ടിച്ച് വിട്ട് അങ്ങനെ കുഴപ്പമില്ല. ഇതുവരെയും കുഴപ്പമൊന്നുമില്ലാതെ മുന്നോട്ട് പോകുന്നു.